ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി പോവുകയാണ്. വെറും സെലിബ്രേഷൻ അല്ല, ഒരു സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം അതിന്റെ ഒരു ടീമുണ്ട്. ആ ടീം എല്ലാവരും കൂടെ ഒരു Airbnb ഒക്കെ ബുക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് അവിടെ വെച്ചേക്കാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഏകദേശം ഡൗൺ ടൗൺ ഡാലസിന് അടുത്തായിട്ടാണ് ഈ ഒരു Airbnb നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം വലിയ ലോങ് ഒന്നും പോകണ്ട, നമുക്ക് അടുത്ത് തന്നെയാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ കുറെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. അപ്പം ലിസേ, എങ്ങനെയാ സെലിബ്രേഷൻ റെഡി അല്ലേ? ആണോ അല്ലേ? ഉറക്കെ പറ, കേക്കണ്ടേ? ആണ്. ഓക്കെ, പുപ്പു, ആർ യു റെഡി? ഓക്കേ. അപ്പോ ഇവിടെ ടോട്ടല് 4 പേരുടെ ബർത്ത്ഡേ ആണ്. 5 പേരുടെ ബർത്ത്ഡേ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം അതിന്റെ ആൾക്കാരെല്ലാരും ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കേക്ക് മുറി എങ്ങനെയാണെന്ന് നോക്കാം. ഇവൻ ബലൂണിന്റെ ആളാണ്. അപ്പം ഇവ എപ്പോഴും ബലൂണിന്റെ പുറകെ ആയിരിക്കും. ബർത്ത്ഡേയുടെ പരിപാടിയും കേക്ക് മുറിക്കലും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ എടുത്തിട്ടുള്ളൊരു Airbnb മൊത്തത്തിൽ പറയുമ്പോൾ ഇതാണ്. ഇവിടെ ബാക്ക് സൈഡിലായിട്ട് ഇതുണ്ട്. ഇവിടെ വന്ന് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവരും കൂടെ ഫുഡിന്റെ പരിപാടിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരും കൂടെ വന്നിരിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. 5 പേരുടെ ബർത്ത്ഡേ ആണ് ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം നമുക്ക് ഈ Airbnbയുടെ എന്തായാലും ഇതിൻ്റെ അകത്തുള്ള പരിപാടി എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറേ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഫുഡും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ ഇത് Airbnb ആണ്. അപ്പം Airbnbയിൽ അവരുടെ ഒരു കിച്ചൺ സെറ്റപ്പ് വരുന്ന ഇതാണ്. അത് കുഴപ്പമൊന്നുമില്ല, അതാണ് ഇത് കട്ട് ചെയ്ത കേക്ക്. ഇതാണ് ചെറിയ ഒരു പീസ് എടുത്തോളാം തൽക്കാലത്തേക്ക് സ്റ്റാർട്ടർ. അപ്പം ബാക്കി ഫുഡൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ബാക്കി പരിപാടി നമുക്ക് എന്തായാലും നോക്കാം. അപ്പം ഇവിടുത്തെ കിച്ചന്റെ സെറ്റപ്പ് ഇതാണ്. ഇതിന്റെ ഒരു കണ്ടറിയാലോ. ഇതൊക്കെ ഞാൻ എടുത്ത് പറയാൻ നിന്ന സമയം ഒരുപാട് എടുക്കും. ഇവരുടെ ഒരു സ്റ്റൗവിന്റെ സെറ്റപ്പ് ഇതാണ്. ഓവൻ, മൈക്രോവേവ്, ഫ്രിഡ്ജ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ വരും. പിന്നെ ഒരു കോഫി മേക്കർ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇതൊക്കെ നമ്മളുടെ സെറ്റപ്പാണ്. വെള്ളമൊക്കെ നമ്മൾ കൊണ്ട് വെച്ചേക്കാണ്. കേക്കടിയൊക്കെ നടക്കുന്നുണ്ട്.
ഈ വീട് 2 നിലയാണ് വരുന്നത്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, എന്താ നോക്കാം. എന്താണ് പരിപാടി? ഇത് ഇവിടുത്തെ ഒരു ഹോൾ ഒക്കെ വരുന്നതൊക്കെയാണ്. ഓക്കെ, ബെഡ്റൂമാണ്. സോറി, ഹോളല്ല, ബെഡ്റൂമാണ്. ഇതൊരു ബെഡ്റൂമാണ്. സോ ഇവിടെ വേറൊരു ബെഡ്റൂം വരുന്നുണ്ട്. ബെഡ്റൂമിന്റെ ബഹളമാണ് സത്യം പറഞ്ഞ. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കൊള്ളാം, പൊളി. ഇത് ഇവിടെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ആണ്. അത്യാവശ്യം ഇവിടെ നിന്നൊരു വ്യൂ ഒക്കെ ഉണ്ട്. ഇതിന്റെ ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ഇനി വരുന്നത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട്. ബാൽക്കണിയുടെ സെറ്റപ്പ് ഇതാണ്. ഇനിയും ഒരു നിലയും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ നിലയും കൂടെ കണ്ടിട്ട് വന്നാലോ. ബാൽക്കണി പൊളിയേട്ടാ. ഇതാണ് ബാൽക്കണി. ഇവിടെയാണ് ബാക്കി പരിപാടി നടക്കാൻ പോകുന്നത്. അതെ, എന്റെ ക്യാമറ ഇത് വരും, ഉറപ്പായിട്ടും വരും ക്യാമറ. ഫുൾ സെറ്റപ്പാണ് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു വൈബ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ഏറ്റവും മുകളിലായിട്ട് വരുന്നതാണ്, 3ാമത്തെ നിലയിൽ വരുന്നതാണ് ഒരു ടിവിയും കാര്യങ്ങളും ഇരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. പിന്നെ ആർക്കും ഇരിക്കല്ലേ. നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് സ്റ്റീവാണ്. സ്റ്റീവിന്റെ പ്ലാൻ ആണ് ഫുള്ള്. അപ്പം ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നമുക്ക് സ്റ്റീവിന്റെ വായന തന്നെ കേട്ടാലോ. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്പൈസ് വില്ലേജ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു റെസ്റ്റോറന്റിൽ നിന്നാണ് നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തേക്കുന്നത്. ചിക്കൻ ദം ബിരിയാണി ഉണ്ട്, ചില്ലി ചിക്കൻ നാനുണ്ട്. അത്രേ ഉള്ളൂ. അത് ഒരു 5-6 ഐറ്റംസിന്റെ വില ഞാൻ ചോദിച്ചു. അതിൽ നിന്ന് ഞാൻ വില വേണ്ട വിലയൊക്കെ നിങ്ങൾ അവിടെ പോയി കടയിൽ പോയി തിരക്കിയാൽ മതി. അതായത് 3 ഞാൻ സെലക്ട് ചെയ്തത്. ഏതൊക്കെയാ? ദം ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി, ചില്ലി ചിക്കൻ നാൻ. പിന്നെ എല്ലാം സൈഡ് വരുന്നതാണല്ലോ അല്ലേ. പിന്നെ ഇത്രേ ഉള്ളൂ കണ്ട കഴിക്കുന്നേ കണ്ടല്ലോ പിള്ളേര്. ഇതന്നെ പരിപാടി. അപ്പം താങ്ക് യു. നമ്മളെ Airbnb-യിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ഞാൻ മാത്രമല്ല, അവന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.